ഹായ്. AI വീഡിയോസ് ആയാലും AI ഇമേജസ് ആയാലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ക്യാരക്ടറിന്റെ ഫേസ് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം? അതിനുവേണ്ടി പല മെത്തേഡുകൾ ഉണ്ട്. നമുക്കിവിടെ നോക്കാൻ പോകുന്നത് ഫേസ് സ്വാപ്പിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് വഴി നിങ്ങൾക്ക് എങ്ങനെ ക്യാരക്ടറിന്റെ ഫേസ് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ സീനിലും കൊണ്ടുവരാം. ഫേസ് സ്വാപ്പിംഗ് എന്ന് പറയുമ്പോൾ കുറെ ഫ്രീ ആയി ടൂൾസും അതുപോലെ കുറെ വെബ് ആയി ടൂൾസും ഒക്കെ അവൈലബിൾ ആണ്. ബട്ട് പല ആയി ടൂൾസിനും പല ഇഷ്യൂസ് ഉണ്ട്. മെയിൻ ആയിട്ട് വരുന്നത് ക്വാളിറ്റി. പിന്നെ അതോടൊപ്പം തന്നെ പല ഫേസ് സ്വാപ്പിംഗ് ചെയ്യുമ്പോഴും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഫേസ് ആയിരിക്കില്ല കിട്ടണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇമേജ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഫേസ് സ്വാപ്പ് ചെയ്യാൻ കുറെ ടൂളുകൾ ഉണ്ടെങ്കിലും വീഡിയോ ടു വീഡിയോ അല്ലെങ്കിൽ വീഡിയോയിൽ നിന്ന് മാത്രം ഫേസ് സ്വാപ്പ് ചെയ്യുക അങ്ങനത്തെ ടൂളുകളൊക്കെയും കുറവാണ്. കാരണം മെയിൻ ആയിട്ട് നമുക്ക് സിംഗിൾ ഈ ക്യാരക്ടറിന്റെ ഇമേജ് മാത്രമായിരിക്കും ഫേസ് സ്വാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ മോസ്റ്റ് ഓഫ് ടൂളിൽ. ബട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ടൂളിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്യാരക്ടറിന്റെ ഫേസ് സ്വാപ്പ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് പോവാം. അതിനുവേണ്ടി നിങ്ങൾ റീമേക്കർ AI ടൂൾ എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിൽ പോവാം. ഈ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതായിരിക്കും അതിന്റെ ഇന്റർഫേസ്. നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ജിമെയിൽ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത് ലോഗിൻ ചെയ്ത് ഇത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ വരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓട്ടോ ഫേസ് ആപ്പിങ്ങും അതുപോലെ തന്നെ വീഡിയോസ് ആയാലും ജിഫ് ആയാലും ഫേസ് ആപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ അപ്ലോഡ് ഒറിജിനൽ ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അപ്ലോഡ് ടാർഗറ്റ് ഫേസ്. അപ്പൊ നമ്മളിവിടെ ഒറിജിനൽ ഇമേജ് ആയിട്ട് എടുക്കാൻ പാടുന്നത് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സ്. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന സ്ട്രേഞ്ചർ തിങ്സ് ട്രെയിലർ ഇതൊരു സീനാണ്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഓൾറെഡി ഇവിടെ ട്രെയിലർ എടുക്കുകയാണ്. അതിൽ ഏതെങ്കിലും ഒരു സീൻ ഞാൻ എടുക്കുകയാണ്. ഈ ഒരു സീൻ ഞാൻ ഇവിടെ എടുക്കുകയാണ്. അത് ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്തു. ഇതാണ് ഈ സീനിലേക്കാണ് എന്റെ ക്യാരക്ടർ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ പോകുന്നത് വീണ്ടും ആ ടൂളിലേക്ക് പോയി ഇവിടെ ഞാൻ ഒറിജിനൽ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ നമ്മൾ ഏത് ക്യാരക്ടർ ആയിരുന്നു സ്വാപ്പ് ചെയ്യണമെന്ന് നമ്മൾ നോക്കും. അതിന് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ നെസ്ലിന്റെ ഒരു ഫേസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നെസ്ലിന്റെ ഒരു ഇമേജ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോട്ടോ, കാരണം ഇത് ഫേസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് പോവുകയാണ്. ഇതാണ് എന്റെ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം 2 മോഡൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് മോഡൽസ് വേണമെങ്കിൽ എടുക്കാം. V1 മോഡലും V2 മോഡൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. V2 മോഡൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റൈറ്റ് സൈഡിൽ ലോഡിംഗ് ആവുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് ആ ഫേസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ഇത് കൂടി നോക്കാം. ഓക്കെ, ഞാൻ അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ അഗെയിൻ ഈ ഒരു ഇമേജ് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇവിടെ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്ത ഒരു ഇമേജും നമ്മുടെ സന്ദീപിന്റെ ഒരു ഇമേജ് കൂടി ആഡ് ചെയ്തു. എന്നിട്ട് V2 മോഡൽ വെച്ച് ജനറേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ആ ക്യാരക്ടറിന്റെ ഫേസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 2 ഇമേജസും കാര്യങ്ങളും ഓൾമോസ്റ്റ് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ട്രെയിലർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് നമ്മുടെ ക്യാരക്ടേഴ്സിനെ വെച്ച് ട്രെയിലർ ആയി പോലെ ചെയ്യാവുന്നതാണ്. അടുത്ത് നമുക്ക് നോക്കാം മൾട്ടിപ്പിൾ ഫേസ് എങ്ങനെ ഫേസ് സ്വാപ്പ് ചെയ്യാന്നുള്ളത്. അതിനുവേണ്ടി നമുക്കിവിടെ അപ്ലോഡിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ സ്ട്രേഞ്ചർ തിങ്സിലെ ഈ 2 ക്യാരക്ടർ നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മളിവിടെ കൊടുത്തു. അതിനുശേഷം ലോഡിംഗ് ആണ്. നിങ്ങൾക്ക് 2 ക്യാരക്ടറിന്റെ ഫേസ് ഇവിടെ ഓൾറെഡി ഇത് ഓട്ടോ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 3 പേരുടെയും അങ്ങനെ ചെയ്യാം. ഇവിടെ എക്സാമ്പിൾ കാണാം ഹാരി പോട്ടറിനെ ഇത് വെച്ച് ഞാനിവിടെ 2 ക്യാരക്ടറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ ജോനാത്തനെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ നെവിൻ പോളിയുടെ ഫേസും അതോടൊപ്പം തന്നെ നാൻസി ആയിട്ട് ഞാൻ നിഖില വിമലിന്റെ ഫേസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു സ്വാപ്പ് ചെയ്യാൻ പറയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഒരു ഇമേജ് നമ്മൾ കൊടുത്ത പോലെ തന്നെ നെവിൻ പോളിയുടെയും നിഖില വിമലിന്റെ ഫേസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമേജ് ടു വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതിൽ അവൈലബിൾ ആണ്. അതിനുവേണ്ടി നിങ്ങൾ ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വേറെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കാണാം പലതരം ഓപ്ഷൻസ് ഉണ്ട്. ഇവരുടെ റീമേക്ക് 2 ടർബോ ഉണ്ട്, അതുപോലെ സ്റ്റാൻഡേർഡ് ഉണ്ട്, പലതരം ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ടു വീഡിയോ, അതുപോലെ കൺസിസ്റ്റന്റ് ക്യാരക്ടർ ടു വീഡിയോ, അങ്ങനെ പറഞ്ഞ പല ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നോക്കി സിംഗിൾ ഫേസ് സ്വാപ്പിങ്ങും അതുപോലെ തന്നെ മൾട്ടി ഫേസ് സ്വാപ്പിംഗ് നോക്കി. ഇനി നിങ്ങൾക്ക് ഒരു ബാച്ച് ആയിട്ട് ഫേസ് സ്വാപ്പിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ബാച്ച് ഫേസ് സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുറെ ഇമേജസ് ഉണ്ട്. ഇപ്പൊ പ്രൊഡക്ഷൻ ലെവലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറെ സീൻസ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് അതിനെല്ലാം തനിയെ ഇതേപോലെ ഓപ്റ്റ് ചെയ്ത് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ അപ്ലോഡ് മൾട്ടി ഒറിജിനൽ ഇമേജ് പറഞ്ഞ ഈ ഓപ്ഷൻ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇമേജസ് നിങ്ങൾക്ക് നിയർലി 50ഓളം ഇമേജസ് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ക്യാരക്ടർ ടാർഗറ്റ് ഫേസ് ഏതാണോ അത് നിങ്ങൾ ഇവിടെ റെഫറൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം നിങ്ങൾ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഫുൾ ക്യാരക്ടേഴ്സിനെ സെയിം ഫേസ് ആയിട്ട് കാണാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ബാച്ച് സ്വാപ്പിംഗിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പൊ നമ്മൾ നോക്കി ഇവിടെ ഫോട്ടോ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. നമുക്ക് ഇനി നോക്കാം എങ്ങനെ വീഡിയോയിലേക്ക് ക്യാരക്ടറിനെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഓൾറെഡി കട്ട് ചെയ്ത വീഡിയോ ഫുട്ടേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ടൈം ഇത്തിരി ഡ്യൂറേഷൻ ഉള്ളതായാലും എടുക്കാനിരിക്കും പറ്റും. ബട്ട് ഞാനിവിടെ 16 സെക്കൻഡ്സ് ഉള്ള ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ക്യാരക്ടറിന്റെ ഫേസ് സ്വാപ്പ് ചെയ്യാൻ വേണ്ടി നെസ്ലിന്റെ ഒരു ഫേസ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു.
എന്നിട്ട് GBTയിലിട്ട് ജനറേറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം റിസൾട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത്. നമുക്കിവിടെ ഓൾമോസ്റ്റ് ജനറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ നോക്കാം. നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം കണ്ടറിയാം. ആ ഒരു ഫേസ് ഓൾമോസ്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഗ്ലിച്ചും കാര്യങ്ങളും നമുക്കിവിടെ വരുന്നുണ്ട്. ബട്ട് ഓൾമോസ്റ്റ് നമുക്ക് എന്താ പറയാ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. മെയിൻ ആയിട്ട് എനിക്കിത് ഹെൽപ്ഫുൾ ആയി തോന്നിയത് ഇമേജ് ടു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ഇമേജ് ജനറേഷനിൽ നമുക്ക് ഫേസ് സ്വാപ്പിംഗ് നല്ല ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. ബട്ട് വീഡിയോയിൽ എന്ന് പറയുമ്പോൾ ചില സമയത്ത് ഈ ലൈറ്റിംഗ് ഫ്ലിക്കറിംഗ് ഉള്ള സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ സീനുകൾക്ക് മെയിൻ ആയിട്ട് ക്യാരക്ടറിന്റെ ഫേസ് സ്വാപ്പിംഗ് വർക്ക് ആവാറില്ല. ബട്ട് നിങ്ങൾക്ക് എന്താ പറയാ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള വീഡിയോസിലേക്ക് നമ്മുടെ ഒരു ആക്ടറിന്റെ കാര്യങ്ങൾ ഇമേജും കാര്യങ്ങളൊക്കെ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ ആ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഇതിൽ നിലനിർത്തിക്കൊണ്ട് സ്വാപ്പിംഗ് നടത്താം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. അല്ലാത്ത കേസിൽ നമുക്ക് ഇത് അത്രയ്ക്ക് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഓൾമോസ്റ്റ് നല്ലൊരു റിസൾട്ട് ആണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൂൾ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് AI ഇമേജ് ജനറേഷനും അതുപോലെ തന്നെ AI വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പോസിബിൾ ആണ്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ AI ഫോട്ടോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഇതിലും നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് പലതരത്തിലേക്ക് ഡ്രസ് കളർ മാറ്റാം. അതോടൊപ്പം തന്നെ പല ഇഫക്റ്റുകളും കാര്യങ്ങളും ആഡ് ചെയ്യുന്ന ഓപ്ഷൻ. മെയിൻ ആയിട്ട് ഇത് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് തോന്നിയത് AI വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നിരവധി പ്രിസെറ്റ്സുകൾ ഉണ്ട്. ഇവിടെ നിരവധി പ്രിസെറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കിവിടെ ടാപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ കാണാം. അപ്പൊ അതിന് വേണ്ടി ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇമേജോ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് പ്രോംപ്റ്റ് കൊടുക്കാം. പ്രോംപ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു ഇഫക്റ്റ് കാര്യങ്ങൾ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്തു. ഈ ഇഫക്റ്റ് നമുക്ക് ഇവിടെ നമ്മുടെ വീഡിയോസിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. നമുക്ക് സോംബി ഉള്ള പോലത്തെ ഒരു ഇഫക്റ്റ്. അപ്പോൾ ഇത് റീക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ഒരു ക്യാരക്ടറിന്റെ ഇമേജിന് പകരം ഞാൻ ഈ ഒരു ക്യാരക്ടറിന്റെ ഇമേജ് കൊടുത്തു, ഇത് അപ്ലോഡ് ചെയ്തു, എന്നിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ കാണാം ആ ക്യാരക്ടറിന്റെ ഇമേജ് ഞാനോട് കൊടുത്തു. സോംബി ആവുന്നത് പോലെ നമുക്കിവിടെ കിട്ടി. ഇതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ ഫണ്ണി ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളും വിതിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിതിൻ സ്റ്റെപ്സിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫേസ് സ്വാപ്പിങ്ങിന് മാത്രമല്ല ഈ ടൂൾ യൂസ് ചെയ്യുക. ഇതേപോലത്തെ മീംസ് ഉണ്ടാക്കാനായാലും ഇതേപോലത്തെ വീഡിയോ ജനറേഷൻ ആയാലും ഈ ടൂൾ നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടൂളിന്റെ വീഡിയോസും കാര്യങ്ങളും ഈ ടൂളിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ പോയി ഡയറക്റ്റ് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയ ടൂളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.